കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ ചർച്ചകൾക്ക് വഴിതുറക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പുനർജനി കേസിൽ കുടുക്കി രാഷ്ട്രീയമായി തളയ്ക്കാൻ നോക്കിയവർക്ക് ഇപ്പോൾ പിണഞ്ഞത് വൻ അബദ്ധം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ കളി കേന്ദ്ര ഏജൻസിയായ CBI കൈയോടെ പൊക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആന്റണി രാജുവിനെ രക്ഷിക്കാൻ വേണ്ടി വിരിച്ച വലയിൽ ഭരണപക്ഷത്തെ പ്രമുഖർ തന്നെ കുടുങ്ങുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി എന്ന ഭവന പദ്ധതിയുടെ പേരിൽ സതീശനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ ആയുധമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു വമ്പൻ സ്രാവാണ് ഇതിനു പിന്നിൽ ചരടുവലികൾ നടത്തിയതെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിജിലൻസിനെ ഉപയോഗിച്ച് സതീശനെ പൂട്ടിയിടാൻ ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. സതീശനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് കരുനീക്കങ്ങൾ നടത്തിയ ആ ഉന്നതൻ സത്യത്തിൽ സർക്കാരിനെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ ലഹരി കേസിലെ തൊണ്ടി മുതൽ മാറ്റിയ സംഭവം സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഈ വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനും വേണ്ടിയാണ് പുനർജനി കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത്. എന്നാൽ ഈ കുതന്ത്രം ഇപ്പോൾ പിണറായി സർക്കാരിന് തന്നെ വിനയായിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളിയെ നിശബ്ദനാക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയെ കളത്തിലിറക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ വമ്പൻ ഇപ്പോൾ CBIയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഏത് അന്വേഷണത്തെയും ധീരമായി നേരിടുമെന്നാണ് വി.ഡി. സതീശൻ ആവർത്തിക്കുന്നത്. തന്നെ കുടുക്കാൻ കുഴി കുഴിച്ചവർ ഇപ്പോൾ അതേ കുഴിയിൽ വീണിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. പുനർജനി പദ്ധതിയുടെ എല്ലാ രേഖകളും സുതാര്യമാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സതീശനെ വീഴ്ത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ പ്രമുഖൻ ഇനി എന്ത് മറുപടി പറയും? കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവ് സർക്കാരിനെ ഉറക്കം കെടുത്തുമോ? ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഒടുവിൽ സ്വന്തം തടി രക്ഷിക്കാൻ ഓടേണ്ടി വരുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം.